ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കസൂത്തി വർക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഡിസൈനാണ്. നിങ്ങൾ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡിസൈൻ. ഞാനൊരു സാരിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് കുറച്ച് റിക്വസ്റ്റ് വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ചെയ്തിരുന്നു, പക്ഷേ ആ ചെയ്ത വീഡിയോ അത്ര പ്രോപ്പറായില്ല. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡിസൈൻ നമുക്ക് ഫാബ്രിക്കിലേക്ക് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് നോക്കിയാണ് ഇത് ചെയ്യുക. പിന്നീട് കസൂത്തി വർക്കിന് വേണ്ട ഇത് ഞാൻ ഈ ഒരു റെഡ് ചെക്കോട്ട സാരി എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ത്രെഡാണ് കേട്ടോ. നമ്പർ 134 ആണ്. ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. പിന്നീട് നീഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നീഡിലാണ് ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ കസൂത്തി വർക്കിന് നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു കൊതുക് വല, അതായത് കോട്ടൺ മൊസ്കിറ്റോ നെറ്റാണിത്. ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിലും പിന്നീട് ഈ കസൂത്തി വർക്കിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് ആവശ്യമുണ്ട്. പിന്നീട് ഇത് എന്താ പറയുക, റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പോയിൻറ്റഡ് ആയിട്ടുള്ള ഇതോ അല്ലെങ്കിൽ ഈ പ്ലക്കറൊക്കെ ഉണ്ടല്ലോ ഐബ്രോസിൻ്റെ, അത് യൂസ് ചെയ്യണം, അത് വേണ്ടി വരും. പിന്നെ നമുക്കത് അറിയാം, ത്രെഡ് കട്ടർ ഒരെണ്ണം വേണം. പിന്നെ ഒരു ഹൂപ്പ് വേണ്ടി വരും. ഞാനിവിടെ വീഡിയോയിൽ വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു ഹൂപ്പ് സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് ഞാനിതിപ്പോൾ ബെഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാനിത് കാണിച്ചിരുന്നു. അത് കുറേ എൻക്വയറി വന്ന് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സോ പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ സാരിയിൽ നിങ്ങൾ എവിടെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ അവിടെ ജസ്റ്റ് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു നെറ്റ് വെച്ചിട്ടല്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ നെറ്റ് ഇവിടെ അറിയണം, അത് സെൻറ്റർ ആവുന്ന രീതിയിൽ അറിയേണ്ടതുണ്ട്. വോളിയം കുറച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ കൂട്ടത്തിൽ തന്നെ സൗണ്ട് കൊടുത്താണ് ചെയ്യുന്നത്. ഈ മൊസ്കിറ്റോ നെറ്റ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങി അയച്ചു തന്നതാണ്. ഞാനിത് കുറേ ആയിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു ഐറ്റം നമുക്ക് കസൂത്തി വർക്കിന് വേണമെന്നറിയാം. എനിക്കാണെങ്കിൽ കസൂത്തി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കൊതുക് വലയായിട്ട് തന്നെ കിട്ടിയതാണ് കേട്ടോ. അതായത് നമ്മളൊരു സിംഗിൾ ബെഡിൻ്റെ മുകളിൽ ഇടാവുന്ന, അല്ലാണ്ട് മുറിച്ച് വാങ്ങുന്ന രീതിയിൽ എനിക്കിത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തോളുക. പിന്നീട് ഈ മാർക്ക് വന്നിരിക്കുന്നതിൻ്റെ ഇവിടെ വരുന്ന രീതിയിൽ നമ്മളതിനെ ഒന്ന് വെച്ചു. മാർക്ക് എവിടെയാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മളിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറിപ്പോകാത്ത രീതിയിൽ നമ്മളിതിൻ്റെ സൈഡിൽ ഒന്നില്ലെങ്കിൽ മുട്ടുസൂചിയോ എന്തെങ്കിലും ഒന്ന് സൂചി കുത്തി ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാലും മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് ഓടിച്ചു കൊടുക്കുക. ഇത് ഓടിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ക്ലോത്ത് അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ സൂചി വേഗം ഓടിക്കുമ്പോൾ എന്താ പറയുക, താഴത്തെ ക്ലോത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് മുട്ടുസൂചികളുണ്ടെങ്കിൽ അത് ചെയ്താൽ മതിയാകും. പക്ഷേ ഈ മുട്ടുസൂചി എന്ന് പറയുമ്പോൾ ഇല്ലേനെ, ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഉടക്കി അല്ലെങ്കിൽ കയ്യിൽ നമുക്ക് കുത്താനൊക്കെ ആയിട്ടുള്ളൊരു ചാൻസ് വരാറുണ്ട്. സ്പീഡിൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ത്രെഡ് നൂല് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മോട്ടീഫ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ ഭാഗത്ത് 4 വശവും ചുറ്റുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 2 വശത്ത് എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ തുന്നൽ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ അനങ്ങാതിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് കൂടുതൽ ഇത് വേണമെന്നില്ല. ഞാൻ ഈ വശത്ത് ചെയ്യുന്നില്ല. കാരണം അവിടെ നമുക്ക് ഫ്രെയിം ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതവിടെ സെക്യൂർ ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ സെക്യൂർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒരു ഫ്രെയിം വെച്ച് കൊടുക്കാൻ പോവാണ്.
ശരിക്കും ഫ്രെയിമിൻ്റെ ആവശ്യമൊന്നും അത്രയ്ക്ക് ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മളൊരു കോട്ടൺ സാരിയിലാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ ഈ ഒരു ക്ലോത്തും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ കയ്യെ പിടിച്ച് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് മാതിരിയല്ലേ, അങ്ങനെ അങ്ങോട്ട് ചെയ്യാം. കൂടുതൽ വലിക്കാതിരുന്നാൽ മാത്രം മതിയാകും. അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഡിസൈൻ ഞാനിതിങ്ങനെ നിങ്ങൾക്ക് വീഡിയോയുടെ സൈഡിൽ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു ഭാഗം ചെയ്യാൻ പോവുകയാണ്. കസൂത്തി വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കും. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇത് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന്. ആ രീതിയിലായിരിക്കും ഇതിൻ്റെ വർക്ക് വരിക. നോർമലി ഞാൻ നേരത്തെ കസൂത്തി വർക്കിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കെട്ടിടാറില്ല. പക്ഷേ നമുക്ക് ഏറ്റവും കറക്റ്റ് ഇതെന്ന് പറയാം, വാഷ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി സേഫ് കെട്ടിട്ട് തന്നെ ചെയ്യുന്നതാണ്. സോ കെട്ടിടുന്നുണ്ട് ഞാൻ. സാധാരണ മാതിരി കെട്ടിട്ടിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് ത്രെഡുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതായിട്ട് കെട്ടിടുന്നുണ്ട്. ആ ഒരു കെട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് ബാക്ക് ഏതാ ഫ്രണ്ട് അതാണെന്ന് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. ഞാൻ ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗം കൂടി ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെപ്പിറ്റേഷനാണ് ഈ 3 എണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. അതിനുശേഷം ഇതിൽ ഒരു ഹോളിൻ്റെ ഈ ഒരു ചെക്കിൻ്റെ ഉള്ളിൽ കൂടി കുത്തിയെടുക്കുകയാണെങ്കിൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ചെക്കിൻ്റെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് ഇതിൽ നിന്ന് 1 വിട്ട് 1ലേക്കാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൊത്തം റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഫ്രണ്ടിൽ മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്തങ്ങ് പോകാം ഫ്രണ്ടിൽ. പക്ഷേ അതിൻ്റെ ബാക്ക് അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. കറക്റ്റ് ഫ്രണ്ടും ബാക്കും ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നൊരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിയാകും. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്നില്ല. വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ 2-3 സ്റ്റൈലിൽ. പക്ഷേ ഇത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു പ്രോപ്പർ വേ. അപ്പോൾ ഞാൻ 1 കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരിത് മുകളിലോട്ട്. ഇപ്പോൾ ഇനി ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് മാതിരി വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്നുണ്ട്. സോ ഞാനിതൊരു സൈഡ് മാത്രം റെക്റ്റാങ്കിളിൻ്റെ ചെയ്തു പോകുന്നുള്ളൂ. തിരിച്ച് വരുമ്പോൾ മറ്റേ സൈഡ് നമുക്ക് ചെയ്യുകയും ബാക്കി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസൊക്കെ അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്ത് പോകാം. റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു സൈഡിലേക്കുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലോട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് മാതിരി വരുന്നുണ്ട്. താഴെ നൂല് കട്ട പിടിക്കാണ്ട് നോക്കിക്കൊള്ളണം കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ കംപ്ലീറ്റ് വലിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വലിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ കൈ വെച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കുക അവിടെ കട്ട് പിടിച്ചൊന്നും ഇല്ല എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് പോണേ. ഇപ്പോൾ നമ്മൾ ഒരൊറ്റ ഹൂപ്പിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കും കണ്ട് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഇത് ഡയഗണൽ വൈസ് ഒരു ഡയഗണൽ ആ 3 ഹോൾ ഇത് തന്നെ 1 വിട്ട് 1 ഇങ്ങനെ ഡയഗണൽ. അത് കഴിഞ്ഞ് തിരിച്ച് ഡയഗണൽ. നമ്മൾ ഈ സൈഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ സൈഡ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ 2 ലൈനുണ്ട്. അപ്പോൾ 2 ലൈൻ വരുന്നത് കൊണ്ട് ഒരു ലൈൻ ഒരു ലൈൻ ഇതെടുത്തു, ഒരു ലൈൻ ഞാനിതിങ്ങനെ കുത്തിപ്പൊക്കി എടുക്കുകയാണ്. ഇതിങ്ങനെ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു. ഒരു സൈഡിലേക്ക് കുത്തി. ഇനി ഇതിൻ്റെ ഒരു കോർണർ ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ മാതിരി വരുന്നുണ്ട്. സോ ഇങ്ങോട്ട് എടുത്തു. ഇത് കോർണർ ഭാഗത്തുള്ള ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് മൊത്തം തീർന്നു വരുന്നതാണ്. സോ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വരണം. ഇപ്പോൾ ഇങ്ങനെ എടുത്തു. ഇതേപോലെ കുറച്ച് സൂക്ഷിച്ച്, കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ ഈ വീഡിയോ. അത് കഴിഞ്ഞു. ഇനി നമ്മളതിൽ കൂടി തിരിച്ചു പോകുന്നു. കാരണം അതങ്ങോട്ട് എൻഡായിട്ട് നിൽക്കുന്നൊരു ഭാഗമാണല്ലോ. ഇതൊന്നും എൻഡല്ല. കാരണം നമുക്ക് അവസാനിച്ച് നിൽക്കുന്നൊരു ഭാഗമല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസാനമായിട്ട് നിൽക്കുന്നതാണ്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണം. ആ ഒരു യു മാതിരിയുള്ളൊരു ഷേപ്പ് അത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നീട് ഇപ്പുറത്തേക്കൊരു യു മാതിരി ഒരു ഷേപ്പ് വരുന്നുണ്ട്. എന്താ പറയുക, ഒരു ആങ്കറിൻ്റെ ഷേപ്പോ അങ്ങനെ പറയാം.
ഇത് നമ്മൾ എടുക്കുന്നത് ഈ 3 എണ്ണം വെച്ചിട്ട് ഈ 1 2 3 ഇതാണ് ഒരു ലൈൻ എടുക്കുന്നതെങ്കിൽ എപ്പോഴും അതായിരിക്കണം കേട്ടോ. നമ്മൾ 4 എണ്ണം എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അത്ര ഡിഫറൻസ് ഫീൽ ചെയ്യില്ലെങ്കിലും ചിലപ്പോൾ നമുക്കതിന് പിന്നീട് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്പേസ് ഇല്ലാത്ത മാതിരി കറക്റ്റായിട്ട് വരും. ഇപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചിലയിടത്തെന്ന് പറയുമ്പോൾ അയ്യോ സ്പേസ് ഇല്ല എന്ന് വിചാരിക്കുമെങ്കിലും കറക്റ്റ് സ്പേസ് ഉണ്ടാവും പ്രോപ്പർ വേയിൽ പോവുകയാണെങ്കിൽ. ഇപ്പോൾ തിരിച്ചു പോകുന്നത് ഈ ഒരു യു മാതിരിയുള്ള ഷേപ്പും തിരിച്ചു പോയി നമ്മൾ ചെയ്തെടുത്ത് തന്നെ എത്തി. അത് കഴിഞ്ഞിട്ട് ആ കോർണറിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ നോക്കുക, ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് അത് ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അടുത്ത ഒരു സൈഡ് വശത്തുള്ളത്. ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് പോകുന്നുണ്ട്, പക്ഷേ 2 ഈ ഒരു സ്റ്റിച്ചിൻ്റെ അപ്പുറമാണ് ആ ഒരു ഡയമണ്ട് ഷേപ്പ്. അപ്പോൾ ഞാൻ 2 ഇത് ചെയ്യുന്നു. ആ ഡയമണ്ട് ഷേപ്പ് നമ്മൾ ചെയ്യാണ്. ഈ ഡയമണ്ട് ഷേപ്പും ഇവിടെ വന്നിങ്ങനെ എൻഡായിട്ട് നിൽക്കുകയാണ്, ഡയമണ്ടിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്ത് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചെയ്തതെങ്കിൽ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് വഴി വന്നോ അതിൻ്റെ തിരിച്ചു പോയിട്ട് പിന്നെയും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആ ബാക്ക് വശവും സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു മിനിറ്റ്, താഴെ എനിക്കെന്തോ കെട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.